Finally, after 10 long months, we are going back home. And right now, there's nothing more exciting than this in my life. വോർ ഇഷ്യൂ കാരണം എയർ അറേബ്യയുടെ ഫ്ലൈറ്റ് ക്യാൻസൽഡ് ആയിട്ട് ജൂൺ 28 പോകേണ്ട നമ്മൾ ജൂലൈ 4 ട്രാവൽ ചെയ്യാൻ പോകുന്നത്. ബോണസ് ആയിട്ട് ഒരു 2 days മോസ്കോയിൽ നിൽക്കാനുള്ള ഒരു ചാൻസും കൂടെ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഏർലി മോർണിംഗ് 5:52 ട്രെയിന്. സോ നമ്മൾ ക്യാബിന് റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിയപ്പോഴത്തേക്കും ട്രെയിനൊക്കെ ഓൾറെഡി അവിടെയുണ്ട്. ട്രെയിനിൻ്റെ കാര്യത്തിൽ റഷ്യൻസ് ഭയങ്കര പങ്ക്ച്വലാണ്. 5:52 ആണെങ്കിൽ ആ ടൈമിന് തന്നെ ട്രെയിൻ എടുക്കും. ലാസ്റ്റ് ടൈം ഈ ട്രാവൽഡ് ഇൻ സെക്കൻഡ് ക്ലാസ്, അതുകൊണ്ട് തേർഡ് ക്ലാസ് ഒരു ബിറ്റ് കൺജസ്റ്റഡ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഒരു കൂപ്പയിൽ യൂഷ്വലി ട്രാവൽ ചെയ്യേണ്ട 4 പേരിൽ ദിസ് ടൈം ദർ വാസ് ഓൺലി 3 ആൻഡ് സംഹൗ ദ റഷ്യൻ ദാറ്റ് ട്രാവൽഡ് അലോങ് വിത്ത് us was very easy going, so he allowed us to keep the luggage in the food space. Finally, after nearly 10 hours of traveling, we are reaching Moscow station. Kasansky Vokzal എന്നാണ് ഈ സ്റ്റേഷൻ്റെ നെയിം. For me, the hardest part in traveling is carrying these luggages. നാട്ടിലേക്ക് പോകുന്നതിനെ കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹെവി ആയിരുന്നു എൻ്റെ 2 ലഗേജും. ദിസ് ഈസ് ഹൗ ദ ഇൻറ്റീരിയർ ഓഫ് കസാൻസ്കി വോക്സാൽ ലുക്സ് ലൈക്ക്. എല്ലാ സ്ഥലത്തും ഓരോ ഡൈനിങ് സ്പോട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഓൾസോ ബിഫോർ ആൻഡ് ആഫ്റ്റർ എൻറ്ററിങ് ദ റെയിൽവേ സ്റ്റേഷൻ ദർ ഇസ് എ സെക്യൂരിറ്റി ചെക്കപ്പ്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. ആൻഡ് ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ് ഔട്ട്സൈഡ്. നേരെ മുന്നിൽ കാണാൻ പറ്റുന്നത് തന്നെ മെട്രോ ആണ്. ആൻഡ് മെട്രോ തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള മോഡ് ഓഫ് ട്രാവൽ എന്നും പറയുന്നത്. ലാസ്റ്റ് ടൈം വന്ന പോലെയല്ല ഇപ്പോൾ ഇവിടെ കാണാം. ദർ ഈസ് സം കൈൻഡ് ഓഫ് കൺസ്ട്രക്ഷൻ വർക്ക് ഗോയിങ് ഓൺ ആൻഡ് ദ ട്രാഫിക് ഈസ് എ ബിറ്റ് ഹെക്ടിക്. ഇനീഷ്യലി നമ്മളൊരു ക്യാബ് ബുക്ക് ചെയ്തെങ്കിലും പിന്നെയാണ് മനസ്സിലായത് ദ സ്റ്റേ വി ചോസ് വാസ് റൈറ്റ് നിയർ ബൈ. സോ വി തോട്ട് ഓഫ് ഗോയിങ് ബൈ ഫുട്ട്. ഈ ലഗേജൊക്കെ ക്യാരി ചെയ്ത് ഞങ്ങൾ ഈ കാണുന്ന മെട്രോയുടെ അടിയിലൂടെ എല്ലാം നടക്കാൻ വേണ്ടി തുടങ്ങി. സോ മെട്രോ പോകുമ്പോൾ നല്ല സൗണ്ട് കേൾക്കുമായിരുന്നു ആൻഡ് ഇറ്റ് വാസ് കൈൻഡ് ഓഫ് ഫ്രൈറ്റനിങ് ഓൾസോ. നെക്സ്റ്റ് വി ആർ ഹെഡിങ് ടുവേർഡ്സ് അവർ സ്റ്റേ. ഷെൽട്ടേഴ്സ് എന്ന നെയിമുള്ള ഒരു സ്റ്റേയിലാണ് നമ്മൾ 2 days സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. വളരെ മിനിമൽ സ്പേസുള്ള ഒരു 2 പേർക്ക് കിടക്കാൻ സൗകര്യമുള്ള ബെഡൊക്കെ ആയിട്ടുള്ള ഒരു കുഞ്ഞു റൂമാണ് വിത്ത് വിൻഡോ. ഈ ഒരു സ്മോൾ സ്പേസിന് തന്നെ നമ്മൾ 2500 പെർ ഹെഡ് 2 days വേണ്ടി കൊടുത്തിട്ടുണ്ട്. നല്ല വിശപ്പുള്ളതിനെ കൊണ്ട് KFC പോയിട്ട് നമ്മൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ സൂപ്പർ മാർക്കറ്റിലോട്ടാണ് പോയത്. മോസ്കോയിൽ ഏറ്റവും എക്സ്പെൻസീവ് വരുന്നത് ഒന്ന് ഫുഡിനും പിന്നെ സ്റ്റേക്കുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇൻസ്റ്റൻറ്റ് നൂഡിൽസും കോഫിയും ബ്രെഡും അങ്ങനത്തെ കുറച്ച് സാധനമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ഒരു സൂപ്പർ ലെന്തയിൽ പോയിട്ടുണ്ട്. ഇവിടുത്തെ സൂപ്പർ ലെന്ത എന്ന് പറയുന്ന ഈ ഒരു മാർക്കറ്റാണ് ഏറ്റവും കൂടുതൽ ചീപ്പായിട്ടുള്ളത്. ഞാൻ കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തു. Next we are heading back to our stay. 10 hours of train journey was actually not so nice to me because I was already on my periods and I felt sick also. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ടയേർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സോ റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് വേണം ബാക്കി പരിപാടികളൊക്കെ തുടങ്ങാൻ. ഇങ്ങനെയുള്ള ബ്യൂട്ടിഫുൾ സ്കൾപ്ചേഴ്സ് റഷ്യയുടെ മറ്റൊരു പ്രത്യേകതയാണ്. എവിടെ പോയി കഴിഞ്ഞാലും അവിടുത്തെ ഏതെങ്കിലും ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റിനെയോ അല്ലെങ്കിൽ പേഴ്സണാലിറ്റീസിനെയോ സൂചിപ്പിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു സംഭവം എല്ലാ സ്ഥലത്തും കാണാൻ പറ്റും. അതുപോലെ ഒന്നായിരുന്നു ഈ ഒരു ഇത്. ഐ തിങ്ക് ദേ ആർ അസോസിയേറ്റഡ് വിത്ത് ദ റെയിൽവേ സ്റ്റേഷൻ സംഭവം. മോസ്കോ ഈസ് എ ബ്യൂട്ടി. Even the residential buildings here will make us fall for the city. റൂം എടുത്ത സമയത്ത് നമുക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് വാസ് ദാറ്റ് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ 5th ഫ്ലോറിലായിരുന്നു റൂം ആൻഡ് ദർ വാസ് നോ ലിഫ്റ്റ്. സോ യു കുഡ് ഇമാജിൻ ഹൗ വി ക്യാരി ദോസ് ലഗേജ് ഓവർ ദർ. Once reached, I took a quick bath and went to make myself a cup of coffee. നമ്മുടെ സ്റ്റേയിൽ there was a small kitchen also. അത്യാവശ്യം ടീ ആൻഡ് കോഫി ഉണ്ടാക്കാനുള്ള കുറച്ച് എസെൻഷ്യൽസും ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ, 2 ഫ്രിഡ്ജ് ആൻഡ് കുറച്ച് കുക്ക് ചെയ്യാനുള്ള മിനി കുക്കറും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ കാര്യമായിട്ട് കുക്ക് ചെയ്യാനൊന്നും പോകുന്നില്ല. നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഈ കോഫി പൗഡറും കുറച്ച് ഹോട്ട് വാട്ടറും പിന്നെന്താ ഒരു അവനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇറ്റ് വിൽ ബി ഇനഫ് ഫോർ അസ് ടു സ്പെൻഡ് എ ഡേ ഓർ 2. ട്രാവൽ ചെയ്യുന്നതിൻ്റെ 1 day മുന്നേ തന്നെ നമ്മൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എസെൻഷ്യൽ ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കയ്യിലെടുക്കാറുണ്ട്. ഇവിടെ മെയിനായിട്ടും റഷ്യയിൽ ഗ്രീൻ കാർഡ്, രജിസ്ട്രേഷൻ അങ്ങനത്തെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. സോ അതൊക്കെ കൊടുത്തപ്പോഴത്തേക്കും വിത്തിൻ 5 minutes നമ്മുടെ ചെക്കിനൊക്കെ ചെയ്ത് കീ കിട്ടിയിട്ടുണ്ടായിരുന്നു. ദ ബാത്റൂം ഫെസിലിറ്റി ഹിയർ വാസ് വെരി ക്ലീൻ ആൻഡ് വെൽ മെയിൻറ്റെയിൻഡ്. ആഫ്റ്റർ ഈച്ച് യൂസ് അവരത് വന്ന് ക്ലീൻ ആക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല ഒരു 6 ടോയ്ലറ്റ് സ്പേസും ഒരു 3 ബാത്തിങ് ഏരിയയും അതുപോലെ തന്നെ ഒരു 3 സിങ്കും വരുന്ന ഒരു ചെറിയ സ്പേസാണ് ബാത്റൂം എന്ന് പറയുന്നത്. ആൻഡ് ഐ തിങ്ക് ഇറ്റ് വാസ് മോർ ദാൻ ഇനഫ് ഫോർ ദ പീപ്പിൾ ഹു ആർ സ്റ്റേയിങ് ഹിയർ. ഇതിൻ്റെ കുറച്ച് ഓപ്പോസിറ്റ് ആയിട്ടായിരുന്നു നമ്മുടെ കിച്ചൺ. ഇതാണ് ഇവിടെ നമ്മൾ ഒരു ഹോൾവേ പോലത്തെ ഒരു ഏരിയ.
ഈ സ്പേസിലിരുന്ന് ഐ ഹാവ് സീൻ പീപ്പിൾ റീഡിങ് ബുക്സ്, ചാർജിങ് ദെയർ ഫോൺ ആൻഡ് എവറിത്തിങ്. ഇവിടെ ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കാൻ പറ്റും. ഈ സ്പേസ് ഒക്കെ റൂംസാണ്. ഈ റൂമിലൊന്നും വിൻഡോ ഇല്ലാത്ത ജസ്റ്റ് സിംഗിൾ ബെഡഡ് റൂംസ് ആയിരിക്കും ഇവിടെ അധികവും. ഇങ്ങനത്തെ പല ടൈപ്സ് ഓഫ് റൂം ഓൾസോ ഇവിടെ ഉണ്ട്. ഈ കാണുന്നതാണ് എക്സിറ്റ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ആൻഡ് ഓൾസോ വെരി ക്ലീൻ ആയിട്ടുള്ള ഒരു ചെറിയ സ്പേസാണ്. അയണിങ് ടേബിൾ ആൻഡ് ഓൾസോ നമ്മുടെ ലോണ്ട്രി ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വെക്കാനുള്ള ഒരു ചെറിയൊരു സ്പേസും ഉണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ റൂമിലേക്ക് പോകുന്നത്. ആൻഡ് our room was 127. So now I need to rest and get a good night's sleep. My roommate was already sleeping. So അവളെ ഡിസ്റ്റർബ് ചെയ്യാതെ ഞാനും പെട്ടെന്ന് തന്നെ കയറി കിടക്കാൻ പോവാണ്. And please stay tuned for another vlog. Till then, take care and bye-bye.